BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. വേലിയേറ്റത്തെ തുടർന്ന് മത്സ്യക്കെട്ടുകളുടെ ചിറ കരകവിഞ്ഞ് വെള്ളമൊഴുകുന്നതിനാൽ മത്സ്യക്കുഞ്ഞുങ്ങളും ചെമ്മീനും ഞണ്ടുകളും ഉൾപ്പെടെയുള്ളവ പുറത്തേക്ക് ഒഴുകിപ്പോകുന്നത് മത്സ്യകർഷകരെ ആശങ്കയിലാക്കുന്നു. എക്കൽ നിറഞ്ഞതോടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പുഴയിൽ വേലിയേറ്റം ശക്തമാണ്. വർഷങ്ങളായി കെട്ടുകളുടെ ചിറകുകളുടെ ഉയരം വർദ്ധിപ്പിക്കാത്തതിനാൽ വെള്ളം കരകവിഞ്ഞൊഴുകുന്നതും പ്രതിസന്ധി കൂട്ടുന്നു. ഇത്തവണ ലക്ഷങ്ങൾ മുടക്കിയാണ് ഞണ്ട്, കാര, ചെമ്മീൻ, കരിമീൻ, തിലാപ്പിയ തുടങ്ങിയ മത്സ്യകർഷകർ കെട്ടുകളിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. പ്രളയത്തെ തുടർന്ന് പെരിയാറിൽ എക്കൽ നിറഞ്ഞതോടെയാണ് പുഴയുടെ ആഴവും സ്വാഭാവിക ഒഴുക്കും ഇല്ലാതായത്. എക്കൽ നീക്കം ചെയ്ത് പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് ഒട്ടേറെ തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടില്ല. വേലിയേറ്റം ശക്തമാകുന്ന സമയങ്ങളിൽ കെട്ടുകളിലും സമീപത്തുള്ള വീടുകളിലും വെള്ളം കയറുന്നതും പതിവാണ്. മത്സ്യകൃഷി നിലനിർത്താൻ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മത്സ്യകർഷകരുടെ സംഘടനയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലും ബന്ധപ്പെട്ട അധികൃതർക്കും പരാതികൾ നൽകിയിട്ടുണ്ട്. കുന്നുംപുറം കിഡ്കാട്ട് റോഡിൽ ഓട നിർമ്മാണത്തിനിടെ ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടി വൻതോതിൽ വെള്ളം പുറത്തേക്കൊഴുകി. വിവരം അറിയിച്ചിട്ടും ജല അതോറിറ്റി അധികൃതർ നടപടി സ്വീകരിച്ചില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. CSMLന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നിർമ്മാണ ജോലിക്കിടെ ശനിയാഴ്ചയാണ് പൈപ്പ് പൊട്ടിയത്. ഇന്നലെ പമ്പിംഗ് സമയത്ത് ഒരാൾ പൊക്കത്തിൽ വെള്ളം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങിയതോടെ നാട്ടുകാർ പ്രതിഷേധിച്ചു. പലയിടത്തും ശുദ്ധജലക്ഷാമം അനുഭവപ്പെട്ടു. ജല അതോറിറ്റി അധികൃതരെ അറിയിച്ചപ്പോൾ ഇന്ന് പരിഹരിക്കാമെന്ന മറുപടിയാണ് ലഭിച്ചത്. ഒലിയപ്പുറം നടക്കാവ് ഹൈവേ MC റോഡുമായി ബന്ധിപ്പിക്കുന്ന ഒലിയപ്പുറം ഉപ്പുകണ്ടം റോഡിൽ കുഴിക്കാട്ടുകുന്നിലെ വളവുകൾ അപകട ഭീഷണി ഉയർത്തുന്നു. കുഴിക്കാട്ടുകുന്ന് പള്ളിത്താഴത്ത് തുടർച്ചയായി വലിയ 4 വളവുകളാണുള്ളത്. ഇതിൽ എരപ്പിൽ താഴത്തെ വളവിലാണ് അപകടം പതിയിരിക്കുന്നത്. റോഡിന്റെ ഇടതുവശത്തും കാട് മൂടി കിടക്കുന്നതിനാൽ ഒലിയപ്പുറം ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് വളവ് തിരിഞ്ഞെതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ സാധിക്കില്ല. പലപ്പോഴും റോഡിന്റെ പകുതിയോളം കയറി വരുന്ന വാഹനങ്ങൾ തൊട്ടടുത്തെത്തുമ്പോഴാണ് ശ്രദ്ധയിൽപ്പെടുന്നത്. വളവിന്റെ ഇരുവശങ്ങളിലും റോഡിൽ ചരൽ നിരന്നു കിടക്കുന്നതിനാൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യത കൂടുതലാണ്. പലപ്പോഴും തലനാരിഴയ്ക്കാണ് അപകടം ഒഴിവാകുന്നത്. വളവ് തിരിഞ്ഞ് ഇരുവശത്തും വ്യാപകമായി മാലിന്യം തള്ളുന്ന സ്ഥിതിയാണ്. ഇവിടെയുണ്ടായിരുന്ന 3 വഴിവിളക്കുകൾ സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചു. റോഡരികിലെ കാടെങ്കിലും വെട്ടിമാറ്റി അപകടാവസ്ഥ ഒഴിവാക്കാൻ PWD അധികൃതർ തയ്യാറാകണമെന്നാണ് ആവശ്യം. വടവുകാട് പുത്തൻകുരിശ് പഞ്ചായത്ത് റോഡിൽ ജലജീവൻ മിഷന്റെ പൈപ്പുകൾ സ്ഥാപിക്കാനായി എടുത്ത കുഴികൾ അപകടമുണ്ടാക്കുന്നു. നടന്നു പോകുന്നവരും വാഹനങ്ങളും കുഴിയിൽ ചാടുന്നതും പതിവായി. കഴിഞ്ഞ ദിവസം സ്കൂൾ കുട്ടികളുമായി പോയ വാഹനം ചെരിഞ്ഞ് മതിലിൽ തങ്ങി നിന്നതിനാൽ വലിയ അപകടം ഒഴിവായി. പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെയാണ് പഞ്ചായത്ത് റോഡ് കുത്തിപ്പൊളിച്ചത്. വാട്ടർ ടാങ്ക് സ്ഥാപിക്കുന്നതിനുള്ള സ്ഥലം കണ്ടെത്താതെയാണ് പൈപ്പ് സ്ഥാപിക്കുന്നതെന്നും കോൺഗ്രസ് പുത്തൻകുരിശ് മണ്ഡലം കമ്മിറ്റി കുറ്റപ്പെടുത്തി. ടെൻഡർ നടപടിയും ആരംഭിച്ചിട്ടില്ല. ജല അതോറിറ്റി പഞ്ചായത്തിന് നൽകേണ്ട തുക നൽകിയിട്ടില്ല. ജല അതോറിറ്റിയും പഞ്ചായത്തും ജലജീവൻ മിഷനും പരസ്പരം കുറ്റപ്പെടുത്തുന്നതല്ലാതെ പണികൾ നടക്കുന്നില്ല. ഈ പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ നൽകേണ്ട തുകയും ഇതുവരെ നൽകിയിട്ടില്ല. റോഡ് പൂർവ്വസ്ഥിതിയിലാക്കിയില്ലെങ്കിൽ സമരം തുടങ്ങുമെന്നും പുത്തൻകുരിശ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പോൾസൺ പീറ്റർ പറഞ്ഞു. പുത്തൻകുരിശ് മണ്ഡലം പ്രസിഡന്റ് മനോജ് കാരക്കാട്ട്, അമ്പലമേട് മണ്ഡലം പ്രസിഡന്റ് S സുജിത്ത്, മിൽമ ബോർഡ് അംഗം വത്സലൻ പിള്ള, ജോർജ് വർക്കി, ജിബി ജോർജ്, പഞ്ചായത്ത് അംഗങ്ങളായ MM ലത്തീഫ്, സജിത പ്രദീപ്, ബിനീത പീറ്റർ, ഷാനിഫ ബാബു, യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് എനിൽ ജോയ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. എറണാകുളം RT ഓഫീസിൽ നിന്ന് ഡിസംബർ 1 മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് അനുവദിച്ചിരിക്കുന്ന സ്ലോട്ടുകൾ റദ്ദാക്കും. ടെസ്റ്റിന് തീയതി ലഭിച്ചിരുന്ന 8000-ഓളം പേർ പുതിയ തീയതി എടുക്കേണ്ടി വരും. നിത്യേന നടത്തുന്ന ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം 120 എന്നത് 80 കുറച്ചതിനെ തുടർന്നാണ്. ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയിരുന്ന മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെ മറ്റ് ജോലികൾക്ക് നിയോഗിച്ചതോടെയാണ് ടെസ്റ്റുകളുടെ എണ്ണം കുറച്ചത്. നേരത്തെ ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ 40 പേരുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന കണക്കിൽ 3 മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ ചേർന്നാണ് 120 പേരുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയിരുന്നത്. ആദ്യ ടെസ്റ്റിൽ തോറ്റവർ ഉൾപ്പെടെ 10 പേരെ വീതം പ്രത്യേകം പരിഗണന നൽകിയും ടെസ്റ്റിൽ പങ്കെടുപ്പിച്ചിരുന്നു. പതിവായി ടെസ്റ്റ് നടത്തിയിരുന്ന മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരിൽ ഒരാളെ പിൻവലിച്ചതോടെയാണ് ടെസ്റ്റുകളുടെ എണ്ണം 80 കുറച്ചത്. ഇതുമൂലം ഇന്നലെ ഡ്രൈവിംഗ് ടെസ്റ്റിനെത്തിയവരിൽ കുറേ പേർക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാനായില്ല. 120 പേർക്കാണ് ഇന്നലെ തീയതി അനുവദിച്ചത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഏറെ പഴക്കമുണ്ട്. എറണാകുളം
അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.